ഹായ് ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് രാജരാജേശ്വരം ക്ഷേത്രം. ഇതിന് പല പേരുകളുണ്ട്. പെരിയ കോവിലെന്നും ബൃഹദീശ്വരം ക്ഷേത്രമെന്നും ഒക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. AD 985 പണി തുടങ്ങി 1013 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. 1000 വർഷങ്ങൾക്കിപ്പുറവും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോള രാജവംശത്തിലെ സമാനതകളില്ലാത്തൊരു നിർമ്മിതിയാണിത്. രാജരാജ ചോഴൻ ഒന്നാമൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രത്തിൻ്റെ മനോഹാരിതയും ആത്മീയതയും നിങ്ങൾക്കിവിടെ കാണാം. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളെന്ന് പറയുന്നത്, ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. എന്നാൽ തഞ്ചാവൂരിൻ്റെ 100 കിലോമീറ്റർ ചുറ്റളവിലൊന്നും ഒരൊറ്റ ഗ്രാനൈറ്റ് ഫാക്ടറി പോലും ഇല്ല. അതൊരു അത്ഭുതമാണ്. അപ്പോൾ ഈ ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ അക്കാലത്ത് അവർ എങ്ങനെ അവിടെ നിന്ന് എത്തിച്ചു? അതുപോലെ മറ്റൊന്നാണ് ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകത. ഉച്ച സമയത്ത് പോലും ഈ ഗോപുരത്തിൻ്റെ നിഴൽ അവിടെ വീഴുന്നില്ല എന്നുള്ളത് അവരുടെ വാസ്തുവിദ്യയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പിന്നെ മറ്റൊന്നാണ് ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കുംഭം എന്ന് വിളിക്കപ്പെടുന്ന ഒറ്റക്കല്ല്. ഏകദേശം 80 ടൺ ഭാരമുള്ള ഇത് കിലോമീറ്ററുകൾ നീളമുള്ള ഒരു പാതയുണ്ടാക്കി അതിലൂടെ ആനകളെ കൊണ്ട് ഉരുട്ടി മുകളിലെത്തിച്ച ഒരു രീതിയിലാണ് അവരത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ ശില്പങ്ങൾ ധാരാളം അവർ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ശില്പങ്ങൾ അവർ കുത്തിവെച്ചിട്ടുണ്ട്. ഈ ശില്പങ്ങളിൽ ഒരു വിദേശിയുടെ ചിത്രം നമുക്ക് കാണാം. ഒരു യൂറോപ്യൻ സഞ്ചാരി ഈ പണി നടക്കുമ്പോൾ അവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ചിത്രവും അവിടെ കുത്തിവെക്കുന്നത് നമുക്ക് കാണാം. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, വലിയൊരു കുത്തവനെ അത് കുത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പണിയെടുത്ത ശില്പികൾ മുതൽ സാധാരണക്കാർ വരെയുള്ള എല്ലാവരുടെയും പേരുകൾ രാജരാജ ചോഴൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തഞ്ചാവൂർ എന്ന് പറയുന്നത് വാസ്തുവിദ്യ കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ സന്ദർശിച്ചിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ.